പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വചനങ്ങൾ, അതിൻ്റെ തുടർമാനമായി നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ഡയറക്റ്റ്ലി ഉപദേശിച്ചു തന്ന ആ ബുദ്ധിമാനായിരിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന വചനങ്ങളാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. അത് വളരെ ആഴത്തിലുള്ളതാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായി. അത് വളരെ നമ്മൾക്ക് ഒരു സക്സസ്ഫുള്ളായ ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കേണ്ടതിന് ഉള്ള ക്ലിയർ ഗൈഡൻസ്, ഗൈഡ് ലൈൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ പാറയിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടേണ്ട രീതികൾ മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പണിയപ്പെട്ട ഒരു വ്യക്തി എത്ര പ്രതികൂലം വന്നാലും, എത്ര കാറ്റടിച്ചാലും, എത്ര ഓളങ്ങൾ അടിച്ചാലും, എത്ര തിരമാലകൾ അടിച്ചാലും, എത്ര വെള്ളം പൊങ്ങിയാലും ഭയപ്പെടില്ല, പതറില്ല, വീഴില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ടീച്ചിങ് ആണ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വേദഭാഗങ്ങളിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് 6-ാം വാക്യം വരെ നമ്മൾ പഠിച്ചായിരുന്നു. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കഴിഞ്ഞ ആഴ്ച ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അടുത്ത 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലെസ്സഡ് ആർ ദ merciful, for they shall receive mercy. Blessed are the pure in heart, for they shall see God. കാര്യം വളരെ ചെറിയ ചെറിയ വാക്യങ്ങളാണെങ്കിലും അത് ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ, വചനസത്യങ്ങൾ, ഗൈഡ് ലൈൻസ് അതിഭയങ്കരമാണ്, വളരെ ആഴത്തിലുള്ളതാണ്. ഇത് ആ ഒരു സെൻസിൽ തന്നെ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ ഫുൾഫില്ല് ആകും. കാരണം ഇതൊക്കെ പ്രവർത്തിക്കുവാനുള്ള വചനമാണ്. കാരണം ഇതിൻ്റെയൊക്കെ അവസാനമായിട്ട് ആ ബുദ്ധിയുള്ള മനുഷ്യനാകണമെങ്കിൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബുദ്ധിയില്ലാത്ത മനുഷ്യനും മനസ്സിലായിരുന്നു. ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഇതായിത്തീരുക എന്നുള്ളതാണ് അതിൻ്റെ ടാർഗറ്റ്. മനസ്സിലാവുക എന്നുള്ളത് ഒരു ഫോളിഷ് തന്നെ ആവണമെങ്കിൽ മനസ്സിലാവണം. അപ്പോ ഇത് മനസ്സിലാകണം, അതിനുശേഷം അത് പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ അങ്ങനെയായി മാറുവാൻ അതിനെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ. ഇവിടെ നമ്മൾ കാണുന്ന വേദഭാഗങ്ങൾ: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രത്യേകിച്ച് പൗലോസിൻ്റെ പുസ്തകത്തിൽ ഈ ഒരു
ഭാഗം നമ്മൾ കണ്ടമാനം നമ്മൾ കാണുന്നുണ്ട്. കരുണ എന്നുള്ള ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു രീതി ഇവർ ശ്രദ്ധിച്ചാൽ, നമ്മൾ കരുണ കാണിച്ചാൽ നമുക്ക് കരുണ കിട്ടും. ഈ പ്രാർത്ഥനയുടെ കാര്യത്തിലും അതങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്ഷമിച്ചാൽ നമ്മളോട് ക്ഷമിക്കും. അപ്പോ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ വചന സത്യങ്ങൾ പലതും നമ്മൾ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് മീൻ ചെയ്ത ആ യഥാർത്ഥമായ കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ അത് മനസ്സിലാക്കിയും അത് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു ആശയം പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ആത്മാവിന് ബലങ്ങളുമുണ്ട്, വരങ്ങളുമുണ്ട്. ആത്മാവിൻ്റെ വരങ്ങൾ ദൈവം തരുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ പർപ്പസ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. അതിനകത്ത് നമ്മളൊരു ടൂളായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാഹകരായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ശകലം പോലും ക്രെഡിബിലിറ്റി എടുക്കാൻ അതിനകത്തില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സമ്മാനം കിട്ടിയതാണ്, ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി കണ്ടോ, നമ്മുടെ മിടുക്ക് കണ്ടോ, നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടൊന്നും തന്നതല്ല. ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ നമ്മൾ സൂട്ടബിൾ ആണെന്ന് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ദൈവം തന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ക്രെഡിബിലിറ്റിയും എടുക്കാനില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരാശയം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രാപ്തമാക്കും. അങ്ങനെ ചെയ്ത് കാണിക്കുന്ന, അങ്ങനെ കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ പ്രവചനവരം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു ശുശ്രൂഷ, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, അതൊക്കെ ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കും, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, പർപ്പസ് അനുസരിച്ച്. അതേസമയം അത് നമ്മുടെ യഥാർത്ഥമായ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നമ്മൾ എത്തി എന്നുള്ളതിൻ്റെ ഒരു സ്കെയിലുമല്ല നമ്മളിൽ പരിശുദ്ധാത്മാവ് ഗിഫ്റ്റാക്കി തന്നിരിക്കുന്ന കാര്യങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരാൾ പ്രവചിക്കുന്നു, ഒരാൾ അന്യഭാഷ പറയുന്നു, ഒരാൾ രോഗശാന്തി ഈ വരം ശുശ്രൂഷിക്കുന്നു, രോഗശാന്തി അവർക്കുണ്ട്. അങ്ങനെ പറയുന്ന, അങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഗിഫ്റ്റിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. ആ ഗിഫ്റ്റും അയാളും ദൈവവും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രസാദം, ദൈവത്തിൻ്റെ എക്സൈറ്റ് ആയിട്ടുള്ള ഒരു മാർഗത്തിലാണ് അയാൾ നടക്കുന്നത് എന്ന് ഈ കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് വചനം നമ്മൾ പഠിക്കുമ്പോൾ, നമുക്ക് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം നമുക്ക് ഈ മത്തായി സുവിശേഷം നമ്മുടെ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ് ഈ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ യേശു പറയുന്നത്, നിങ്ങൾക്ക് എത്ര, അതായത് എൻ്റെ ദൈവമേ ഒത്തിരി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒത്തിരി ദൈവത്തെ അപേക്ഷിച്ചു എന്ന് പറഞ്ഞതിലൊന്നും
ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ നമ്മളിൽ, അത് എന്തോരം വേണേൽ നമ്മൾ ദൈവത്തോട് ചോദിക്കാം, എന്തോരം വേണേലും ചോദിക്കാം, എന്തോരം വേണേലും പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം നമ്മളിൽ കാണുന്ന ഗുണം, അല്ലെങ്കിൽ നമ്മളിൽ കാണുന്ന ക്വാളിറ്റി. ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ, ആർ വി വാക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻ ഓഫ് ദ ഗോഡ്? അതാണ് ദൈവം നോക്കുന്ന ഒരേ ഒരു കാര്യം. ബാക്കിയൊക്കെ ഈ ഒരു കാര്യം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നടക്കാൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ എന്തോരം വേണമെങ്കിലും ചോദിക്കാം, അതാണ് ചോദിക്കേണ്ടത്. ഇനി ദൈവത്തിന്റെ പ്ലാന് ഒരു വശത്ത് കിടക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള എന്തോരം കാണാൻ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആ ഇഷ്ടങ്ങൾ നമുക്ക് അനുവദിച്ച് തന്നാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടമല്ല എങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ചിലപ്പം ഗുണത്തേക്കാൾ കൂടുതൽ ദോഷവുമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആശയം, നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ഭൂമിയിൽ അലൗ ചെയ്ത് തന്നിരിക്കുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ആ ദിവസങ്ങൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ, നമ്മുടെ എർഗോൺ, നമ്മുടെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കാണുവാനും, ദൈവം നമ്മളെ പഠിപ്പിച്ച വചന സത്യങ്ങൾ നമ്മളിൽ ഫുൾഫില്ലായി കാണുവാനും, അവന്റെ പ്രത്യക്ഷതയില് അവൻ ഇരിക്കുന്നത് പോലെ നമ്മളായിത്തീരുവാനും, ആ ഒരു പ്യൂരിറ്റിയോടെ, ആ ഒരു ശുദ്ധിയോടായിത്തീരുവാനുമാണ് ദൈവം ഈ വചനങ്ങളൊക്കെ തന്നിരിക്കുന്നത്, ആത്മാവിനെ തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കാട്ടിയ സകല കരുണയുടെയും കൃപയുടെയും താങ്ങലിന്റെയും ഒക്കെ അർത്ഥം നമ്മൾ എങ്ങനെയെങ്കിലും ആ കാര്യം ഒന്ന് ക്വാളിഫൈ ചെയ്ത് പോകുവാനാണ് ദൈവം ഈ കാണിക്കുന്ന വലിയ കരുണ, വലിയ കൃപ മുഴുവനും. അപ്പൊ ഈ ഒരു ആശയം, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇഷ്ടം നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, കാരണം ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ തന്നെയാണ്. സാത്താന്റെ ഇഷ്ടം നമ്മുടെ ലൈഫിൽ ഫുൾഫിൽ ആകാനല്ല നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്. പകരം സാത്താൻ പരിപൂർണമായി നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി അവൻ നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ പ്രവർത്തികളോ ദൈവത്തിന്റെ പദ്ധതികളോ ഹിൻഡർ ചെയ്യാതെ അവനെ മാറ്റി നിർത്തി, അവനെ പരിപൂർണമായി അകറ്റി നിർത്തി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ലൈഫിൽ ഫുൾഫില്ല് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തില് പലപ്പോഴും ദൈവിക സ്വഭാവത്തിന് പകരം സാത്താന്യ സ്വഭാവങ്ങൾ കാണുന്നു. അങ്ങനെ കാണുന്നുവെങ്കിൽ നമ്മൾ അതിനകത്ത് ദുഃഖിക്കേണ്ടതുണ്ട്, സീരിയസ് ആയിട്ട് ദുഃഖിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദൈവം പറഞ്ഞിരിക്കുന്ന വചനപ്രകാരമുള്ള അനുഗ്രഹത്തിനും വചനപ്രകാരമുള്ള നന്മകൾക്കും വചനപ്രകാരമുള്ള പ്രോഗ്രഷന് പകരം സാത്താന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോഗ്രഷന് പകരം സാത്താനികമായിട്ടുള്ള പ്രോഗ്രഷനാണ്, നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രഷനാണ്. അത് നമ്മുടെ ലൈഫിൽ അനുഗ്രഹത്തിന് പകരം ശാപം, പ്രശ്നങ്ങൾ, പല പ്രതികൂലങ്ങൾ, നമുക്ക് തന്നെ അറിയാം അത് കറക്റ്റായിട്ട്. അങ്ങനെയാണ് കാണുന്നുവെങ്കിൽ നമ്മൾ
കറക്റ്റായ പാതയിലല്ല, ഈ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്തേ പറ്റൂ എന്ന് ഉള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ ഗിഫ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഇഷ്ടം അനുസരിച്ച് നമ്മളിൽ തന്ന് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അത് അത് പ്രത്യേകിച്ച് ക്രെഡിബിലിറ്റി ഒന്നുമില്ല. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ, അതായത് നമ്മളും ദൈവവുമായിട്ടുള്ള ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടായെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രാധാന്യം. അതാണ് മൊത്തം പ്രാധാന്യം. ഇനി ദൈവത്തിന്റെ ഇഷ്ടം ഈ ഗിഫ്റ്റ് അല്ലാതെ, ഗിഫ്റ്റിന്റെ ഇംപ്ലിമെന്റേഷനോ കാര്യങ്ങളോ അല്ലാതെ നമ്മുടെ ലൈഫിൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെങ്കിൽ ദൈവം ഒരിക്കലും അത് ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കത്തില്ല. എക്സെപ്റ്റ് ഗിഫ്റ്റ് റിലേറ്റഡ് മിനിസ്ട്രീസ്. അത് ഞാനൊരു പ്രത്യേക ക്ലോസിൽ അതിനെ മാറ്റി നിർത്തുവാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തെടുക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന സ്ഥലങ്ങളിൽ അല്ലെ ഇന്ന നിലവാരത്തിലൊക്കെ എത്തണം, ദൈവികമായിട്ട് ഇന്ന ക്വാളിറ്റീസ് അച്ചീവ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ ദൈവത്തിന്റെ വചന സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് യേശു ടീച്ചിങ് പോലെ ബ്ലസ്സഡ് ആർ ബ്ലസ്സഡ് ആർ ബ്ലസ്സഡ് ആർ എന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ പറയുന്നത്. ബ്ലസ്സഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്. നമ്മൾ ആ തുടക്കത്തിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഫോർ theirs is the kingdom of heaven. അതായത് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ we should be beggars for spirit. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ അവിടെ തന്നെ അതിനകത്തൊരു ദൈവം ഒരു ആശയം തരുവാണ്. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾ സ്പിരിറ്റിനെ ചോദിച്ചു പഠിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾ ശരിക്കും ദുഃഖിക്കണം. അപ്പോൾ തന്നെ അതിനകത്ത് തന്നെ യേശു ഇതൊക്കെ ടീച്ചിങ് ആണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബൈബിൾ ഗ്രഹിക്കാൻ പറ്റുന്ന വ്യക്തികളാകുന്ന നമുക്ക് ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഞാൻ തന്നെ പറയുള്ളൂ. സപ്പോസ് ഒരു ഇല്ലിറ്ററേറ്റ് ആയ, ബൈബിൾ വായിക്കാൻ അറിയില്ലാത്ത, ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തിയും ഈ വചന സത്യങ്ങൾ, വർഷങ്ങൾ എന്നെ പഠിപ്പിച്ച പല കാര്യങ്ങളും, അതായത് ദൈവം വളരെ ടൈം എടുത്ത് എന്നെ പഠിപ്പിച്ച റെവലേഷനിലൂടെ ഞാൻ മനസ്സിലാക്കി, വളരെ പാടുപെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആവശ്യപ്പെട്ട് ആഗ്രഹിച്ച് ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, വചനം ഒന്നും അറിയില്ലാത്ത, പ്രോപ്പറായിട്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ട്, അവന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷേ കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, പക്ഷെ അയാൾക്ക് ആത്മാവുണ്ട്. ആത്മാവ് തന്നെ അവനെ ടീച്ച് ചെയ്ത് പഠിപ്പിച്ച് അതായത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ബൈബിളൊന്നും അറിയില്ലാത്തവനും അതേപടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ആ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് ഞെട്ടിപ്പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്ന ഇത്, ബിക്കോസ് ദിസ് ഈസ് ദ മീഡിയം ദാറ്റ് ഗോഡ് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. ഡെഫിനറ്റ്ലി ഗോഡ് ഹാസ് അതർ മീഡിയം. Holy Spirit can guide in certain way in order to accomplish his purpose in the children. അതായത് ഇപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾ, ഇറ്റ്സ് നോട്ട് അത് മേയറായിട്ട് അല്ലെങ്കിൽ ഒരു യാദർശികമായിട്ട് കേൾക്കുന്നതല്ല. ദിസ് ഈസ് ദ മീഡിയം ദാറ്റ് ഗോഡ് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു, ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്, മേക്ക് യു അവെയർ. The rest is with you. അതായത് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ദ മെത്തേഡ്. ഇഫ് യു വാണ്ട്
if you desire, this is the way, then it is up to you. Hallelujah. Oh Jesus. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ എമ്മോസിലോട്ട് പോകുന്ന യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, ചിലർക്ക് യേശു പ്രത്യക്ഷനായി, ചിലർ യേശുവിനെ കണ്ടില്ല, മിസ്സിങ് ആയി. അപ്പം യേശുവിൻ്റെ 2 ശിഷ്യന്മാർ, അവരൊരു ഹസ്ബൻഡും വൈഫും ആണെന്ന് നമുക്ക് മനസ്സിലാവും. അവര് പോകുമ്പോൾ അവരുടെ വഴിയാത്രയിൽ അവരുടെ കൺഫ്യൂഷൻ വളരെ ദുഃഖിച്ച് വിഷമിച്ചൊക്കെ നടക്കുമ്പോൾ അവരുടെ കൺഫ്യൂഷനിൽ യേശു കൂടെ വന്ന് അവരോട് നടന്നിട്ട് വചനം പറഞ്ഞു കൊടുത്ത് അവരെ ഉറപ്പിച്ച്, യെസ്, ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേജ് ആയപ്പോൾ അവരുടെ വീടിനോടെടുത്തപ്പോൾ അവന് മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ച് അങ്ങ് പോയേനെ. പക്ഷെ അവനെ നിർബന്ധിച്ച് വിളിച്ച് വീട്ടിൽ കയറ്റി അവന് ശുശ്രൂഷ ചെയ്തപ്പോൾ കൂടെ നടന്നവൻ യേശുവാണെന്ന് വെളിപ്പെടുത്തി. സോ യേശുവിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്? നെവർ എവർ എക്സ്പെക്ട് ദാറ്റ് God will forcefully convert you, forcefully impose His qualities in you, unless and until you really desire and genuinely beg for it. Nothing is going to happen in your life. You will be the same person as yesterday, today, and tomorrow you will die, and you will end up in eternal destruction. And meaning during that time, definitely God is make sure that you hear the pure word of God, and He will make sure that you understand it, but you will be the only person responsible for missing the mark. Only you are the, no Satan, even Satan bolala, because God will teach you how to defeat devil, how to overcome, how to perceive it. We just need to, God will tell it, God will teach it, God will instruct it, but we need to perceive. നമുക്ക് വേണം, അത് നമ്മുടെ ഡിസിഷനിൽ നമ്മുടെ താല്പര്യത്തിൽ മാത്രം പെടുന്ന കാര്യം. ഡെഫിനറ്റ്ലി ഗോഡ്ലി ഗൈഡൻസ്, ഗോഡ്ലി മേഴ്സി, ഗോഡ്ലി ദൈവത്തിന്റെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യും. പക്ഷെ അവൻ വെള്ളം തരും, വളമിടും, കൂടെ വന്ന് ഉറപ്പിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഈ കേൾക്കുന്ന വചനത്തിൽ എനിക്ക് ഇന്നൊരു ക്വാളിറ്റി വേണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കാതെ ദൈവത്തിനത് റിലീസ് ചെയ്യാൻ മാർഗമില്ല. ദൈവത്തിന്റെ ജനങ്ങളെ, there's no other way. Seriously beg for it. Seriously desire for it. Then God will. Yes, definitely. അതായത് നമ്മൾ ഒരു നല്ല മെസ്സേജ്, നല്ല സർമൺ ഇതൊക്കെ കേൾക്കുന്നു. ആ സർമണിൽ ഇതായിരിക്കണം ക്വാളിറ്റി, ഇതായിരിക്കണം തിങ്, ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നൊക്കെ ദൈവം പറഞ്ഞു തരുന്നു. പക്ഷേ അപ്പോഴൊന്നും അതാവുന്നില്ല, മനസ്സിലാവുന്നു. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മാത്രം നമ്മൾ മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ആവശ്യബോധത്തോടെ, യെസ്, ഞാൻ ഈ കേട്ട വചനം സത്യമാണല്ലോ ദൈവമേ, അതിനോട് ഇടപെട്ടതാണല്ലോ, എനിക്ക് ഈ ക്വാളിറ്റി വേണം, അത് തരാതെ എന്നെ വിടല്ലേ, എനിക്കത് തന്നേ പറ്റൂ, എന്നെ രക്ഷിച്ചേ പറ്റൂ, എന്നെ സഹായിച്ചേ പറ്റുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോ ദൈവം, ഹല്ലേലൂയ, ആ കരുണയുള്ള ദൈവം ആ ഗുണങ്ങൾ ധാരാളമായി നമ്മളിൽ പകർന്നു നൽകും. അല്ലെങ്കിൽ ഈ കേട്ട വചനം മുഴുവനും അനുഗ്രഹത്തിന് പകരം ന്യായവിധിക്ക് കാരണമായി തീരും. ഈ കേട്ട വചനങ്ങൾ ഇന്ന വ്യക്തിയിൽ നിന്ന്, ഇന്ന മീഡിയത്തിൽ നിന്ന്, ഇന്ന രീതിയിൽ, യെസ്, ഇന്ന ദിവസം ഞാൻ പറഞ്ഞിട്ടും, പല പ്രാവശ്യം പറഞ്ഞിട്ടും, റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടും, ഒരു ശകലം പോലും താല്പര്യം കാണിക്കാതെ, അത് വേണമെന്ന് ആഗ്രഹിക്കാതെ
പോയതുകൊണ്ട് നമ്മൾ കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടും. വളരെ 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 സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ദൈവം വളരെ വ്യക്തമായി നമ്മളെ ഒരു പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടി യേശു പറയുമ്പോൾ ഉടൻ തന്നെ ശിഷ്യന്മാരുടെ ചിന്ത പോയത്, അവർ അപ്പം എടുക്കുവാൻ മറന്നു പോയത് കൊണ്ട് യേശു എന്തോ അപ്പത്തെക്കുറിച്ച് പറയുന്നു, നമ്മുടെ ഇനിയിപ്പം ഭക്ഷണത്തിന് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്താഗതി പോകുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ലെസൺ ഉണ്ട് ആ ഒരു ഭാഗത്ത്. അതായത് നമ്മുടെ ചിന്ത മൊത്തം ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ ലോകത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ, അത് എത്രയും ഭംഗിയായി ഏറ്റവും നന്നായി എങ്ങനെ നടക്കുമെന്ന് മാത്രമാണ് ഈ ശിഷ്യന്മാർക്ക് പോലും ആ സമയത്തുണ്ടായിരുന്ന ചിന്താഗതി. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ ട്രൈ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് മുഴുവനും അതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. മത്തായി സുവിശേഷം 16-ന്റെ 7 മുതൽ താഴ്ത്ത് വായിക്കുമ്പോൾ, അപ്പം കൊണ്ടുപോരാകിയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തുവെന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ച് അറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സാദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ആശയം. യേശുവിന് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ വളരെ സില്ലി മാറ്റർ. Whatever be your physical requirement, it is so silly, so simple. കാരണം നമ്മൾ കൂടെയുള്ള, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മുടെ കൂടെയുള്ള, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ സൃഷ്ടാവാകുന്ന ദൈവം, സകലത്തിനെയും അടക്കി ഭരിക്കുന്ന ദൈവം, അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാമെങ്കിൽ ഇന്നും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ, അത്ഭുതങ്ങളെ ചെയ്യും. എത്ര വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ഫോർ ഹിം ഇറ്റ് ഈസ് സോ സിമ്പിൾ ആൻഡ് സോ എ സ്മോൾ മാറ്റർ. പക്ഷേ യേശു അവിടെ ഉപദേശിക്കുന്ന വലിയ ഉപദേശം, വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ദൈവികമാകുന്ന വചനപ്രകാരമുള്ള ഉപദേശമുണ്ടല്ലോ, അത് പ്യുവറായിരിക്കണം. കാരണം നമ്മളെ പലപ്പോഴും തെറ്റിക്കുന്നത് നമ്മുടെ ഭൗതികമായ ആവശ്യം എത്ര വലുതായിക്കോട്ടെ, യേശു അവിടെ പഠിപ്പിക്കുന്ന, നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ യേശുവിനെ മിനിസ്ട്രിയിൽ നോക്കുമ്പോൾ അവർക്കൊന്നും ഒരു കുറവുണ്ടായില്ല. പെസഹ ഒക്കെ നടത്തിയത് മാളികയില. അതെങ്ങനെയാ കിട്ടിയേ? ഹല്ലേലൂയ. യേശു പറഞ്ഞു ഇന്ന സ്ഥലത്ത് ചെല്ല്, ഇന്ന രീതി ചെല്ല്. യെസ്, അവിടെ ഉണ്ട്. ടാക്സ് എങ്ങനെ അടച്ചേ? യെസ്, ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഡു ഇറ്റ്. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കണോ? നോ ഇഷ്യൂ. ആ യേശു തന്നെയാ ഇപ്പോഴും എൻ്റെ യേശു, എൻ്റെ ദൈവം, എന്നെ നടത്തുന്ന ആ യേശു തന്നെയാ നിങ്ങളെ ഓരോരുത്തരും നടത്തുന്നത്. അതേ പവർ, അതേ ദൈവം. സോ എത്ര വലിയ നിങ്ങളുടെ മാറ്റർ ആണെങ്കിലും, ഫിസിക്കൽ മാറ്റർ, എത്ര നിങ്ങളുടെ ജോബോ, നിങ്ങളുടെ സ്റ്റഡിയോ, നിങ്ങളുടെ ബിസിനസ്സോ,
നിങ്ങളുടെ ഭൗതികമായ ആവശ്യമോ, നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളോ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളോ, ഇതൊക്കെ വെരി സില്ലി മാറ്ററാ. പക്ഷെ ഒരു മാറ്റർ യേശു സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞെന്താണെന്നറിയോ? യെസ്, ഈ വചനമാ സത്യവചനം. അല്ല, അത് പ്യുവറായിട്ട് തന്നെ പഠിക്കണം. കാരണം സാത്താൻ വളരെ തന്ത്രപൂർവം നമ്മളെ ചതിച്ചു കളയാൻ ശ്രമിക്കും. തന്ത്രപൂർവം ചതിച്ചു കളയാൻ ശ്രമിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അത് കഴിഞ്ഞ ദിവസം അത് ദൈവനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മളെപ്പോഴും ചിന്തിക്കുന്ന വേദഭാഗങ്ങളിലോട്ട് കൊണ്ടുപോയി. ഹൗവ പാപം ചെയ്തു. അതെങ്ങനെ പാപം ചെയ്തു? സാത്താൻ അവളെ ഒരു പ്രത്യേകമായ രീതിയിൽ വഞ്ചിച്ചു. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലുള്ളത്. ആ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞത് ആരോടാണ്? ആദാമിനോടാണ് പറഞ്ഞത്, ഹവ്വയോടല്ല. ഹവ്വ ഉണ്ടാകുന്നതിന് മുമ്പേ, ഹവ്വനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ, സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ആദാമിനോട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ആദാം അത് ഹവ്വയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. 3-ാം അധ്യായത്തില് സാത്താൻ ഹവ്വയോടാണ് അത് ചോദിക്കുന്നത് നമ്മൾ കാണുന്നത്. വാസ്തവമായി ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. എൻ്റെ ചോദ്യം, ദൈവം എന്നെ പഠിപ്പിച്ച ആശയം ഇതാണ്. സപ്പോസ് ആദാം അത് പറഞ്ഞില്ലായിരുന്നെങ്കിലോ, ഹവ്വനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കായിരുന്നു? അതായത് ഹവ്വയുടെ ഭാഗത്തുനിന്ന് ഒരു ഹെസിറ്റേഷൻ പോലും ഉണ്ടാവില്ല. ഓൾ ഓഫ് എ സഡൻ ശരിയാണല്ലോ, ഓക്കെ ലെറ്റ് മി ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞ് ആ സാധനം പഠിച്ച് കഴിക്കും. ശരിയല്ലേ? ഇനി വേറൊരു ചിന്ത. ആ സമയത്ത് ഹവ്വയ്ക്കാട്ടെ ആദാമിനാട്ടെ ദൈവം കൊടുത്തേക്കുന്ന വചനങ്ങൾ എന്തോരമുണ്ട്? അല്ലെങ്കിൽ ബൈബിൾ പ്രകാരമായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ആ ഒരൊറ്റ ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷേ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, for Adam and Eve, the only Bible or only instruction, only set of guideline, ആ ഒറ്റ വാക്യമുള്ളൂ. അത് ആത്മീയമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ, സാത്താൻ വേറൊരു ഐഡിയോളജി, വേറൊരു സിസ്റ്റം ഒന്നും ആ സമയത്തില്ല അവർക്ക്. ആകപ്പാടുള്ളത് ഒറ്റ വചനമുള്ളൂ. ആ സമയത്ത് വേറെ മതങ്ങളില്ല, വേറെ മനുഷ്യരില്ല, വേറെ സിസ്റ്റങ്ങളില്ല, വേറെ ടെക്നോളജി ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, യെസ് ഇന്റർനെറ്റ് ഇല്ല, യെസ് സിനിമയില്ല, യെസ് അവരെ സ്പോയിൽ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റവും ഇല്ല. ആകപ്പാടുള്ള സിസ്റ്റം ദൈവം കൊടുത്ത വചനം തന്നെയാ. ആ വചനത്തിൽ കയറി സാത്താൻ പിടിച്ചിട്ട് അവളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അല്ല, അപ്പൊ ഇതെത്ര സെൻസിറ്റീവ് ആണെന്ന് ചോദിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം ദൈവനെ പഠിപ്പിച്ച, സപ്പോസ് ആദാം പറഞ്ഞത് കൊണ്ടല്ലേ അവിടെ ഒരു ഹെസിറ്റേഷൻ ഉണ്ടായത്, പഠിപ്പിച്ചതുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യണേ? ഇനി വേറെ കേസ് പറയാം. അതിനുശേഷം പിന്നെയും ഈ വചനം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തു വായിക്കാത്ത. സാത്താൻ പിന്നെയും ഹവ്വയോട് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ഹവ്വ പറഞ്ഞപ്പോ ഒരു സാധനം കൂട്ടി പറഞ്ഞു, തിന്നുകയും വരുത്, തൊടുകയും വരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മള് നുണ പറഞ്ഞു, നുണയും കൂടെ പറഞ്ഞപ്പോ തീർന്നു, ഉള്ള പിടിയും കൂടെ പോയി. സാത്താൻ അവിടെ ഗ്രിപ്പ് കൂടുതലായി. അതിനുശേഷം സാത്താൻ കുറച്ച് നുണകളൊക്കെ പറഞ്ഞപ്പോൾ, സാത്താൻ കള്ളത്തരം പറഞ്ഞപ്പോൾ, കുറച്ചു മുമ്പേ പറഞ്ഞ, അതായത്
കുറച്ച് മുമ്പേ ഈ ഹവ്വ എന്താ പറഞ്ഞ്? തിന്നേരുത്, തൊടുകയരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സാത്താൻ കുറച്ച് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം ഹവ്വയ്ക്ക് എന്ത് തോന്നി? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അവൾ നോക്കിയപ്പോൾ ആ വൃക്ഷത്തിന്റെ ഫലം സൂപ്പറാന്ന് തോന്നി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. അത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ട് അവൾ തിന്നു ഭർത്താവിന് കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത് അതെങ്ങനെ സംഭവിച്ചേ? കുറച്ച് സമയത്ത് സാത്താനികമായ കമ്മ്യൂണിക്കേഷനിലൂടെ അവിടെ ഐഡിയോളജി തന്നെ മാറിപ്പോയി. സോ മൈ ക്വസ്റ്റ്യൻ, നമ്മൾ ഇപ്പോൾ ഈ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തോരം സാത്താനികമായ കാര്യങ്ങളാ നമ്മുടെ തലയിലോട്ട് ഇടിച്ചു കയറുന്നത്. എന്തോരം വേൾഡാ, എന്തോരം ഈവിളാ നമ്മുടെ ഹൃദയത്തിലോട്ട് ഇടിച്ചു കയറുന്നത്. ആദിമ മനുഷ്യന്റെ ചിന്താഗതികളെ സാത്താന് മാറ്റിമറിക്കാമെങ്കിൽ, കുറച്ച് കമ്മ്യൂണിക്കേഷനിലൂടെ, കുറച്ച് ഇടപാടുകളിലൂടെ മാറ്റിമറിക്കാമെങ്കിൽ, ഇപ്പൊ ഇത്രയും ഈവിൾ നിറഞ്ഞ ഈ ലോകത്ത് നിൽക്കുന്ന നമ്മൾ ദൈവത്തിന്റെ വചനത്തിനെ വളരെ മുറുകെ പിടിച്ചില്ലെങ്കിൽ, വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ അഡ്മയർ ചെയ്തില്ലെങ്കിൽ, അതിനെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ, അതിനെ ശരിക്കും ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ഐഡിയോളജി ഒക്കെ ഈവിളാക്കി അത് മാറ്റിക്കളയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആശയമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ യേശുവിന് വെറും സില്ലി മാറ്ററാണ്. Just ask him what to do and he will tell how to proceed with, how to solve it. And he has the power. Yes. He has the system. He has the intelligence. He has the wisdom. He will simply solve that matter. But are you interested? Are you keen on this matter? The word of God. If not, from today onwards, നിങ്ങളുടെ ബാക്കിയുള്ള സമൂഹം ഒരു സിമ്പിളാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ സത്യവചനം, പ്യുവറായിട്ടുള്ള വചനം, ദൈവമേ പഠിപ്പിക്കണമേ, അതിനെ മനസ്സിലാക്കി തരണമേ എന്ന് നമ്മൾ ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഇതിൻ്റെ കോൺസിക്വൻസ് വലുതായിരിക്കും. ദൈവത്തെ, വചനത്തെ, ദൈവത്തിൻ്റെ സിസ്റ്റത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എങ്കിൽ, ആ വഞ്ചകനാകുന്ന സാത്താൻ നമ്മുടെ ഐഡിയോളജീനെ തെറ്റിച്ച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച് അവസാനം നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കും. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണമോ? ഹല്ലേലൂയ. ഓൺലി ഓപ്ഷൻ യേശു പറഞ്ഞ വചനം വളരെ സ്ട്രോങ് ആയി, വളരെ സെൻസിറ്റീവായി, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനിത് പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്തതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. ഈ ഒരു ആശയം, അടിസ്ഥാനപരമായ ആശയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ചിന്തിച്ചു വരുന്ന ആ ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പം ഞാനത് പറയാൻ വന്നത്, എൻ്റെ കേസ് ഇതാണ്. ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, നമുക്ക് കരുണ കൂടിയേ തീരും. നിങ്ങൾക്ക് കരുണ വേണമോ? കരുണ ലഭിക്കണമോ? നമുക്ക് കരുണ കൂടിയേ തീരും. നമുക്കറിയാം, 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തില് 25-ാം വാക്യത്തിലൊക്കെ അതിനകത്ത് 2 കൊരിന്ത്യർ, ഈ പൗലോസിന്റെ പല ഇതിനകത്തും ആ മേഴ്സിഫുൾ എന്നുള്ള ആ ഒരു സംഭവം, ഒരു ആത്മാവിന്റെ ബലത്തിൽ, ആ ഗ്രീക്ക് വാക്കിൽ പോയി നോക്കുകയാണെങ്കിൽ ആത്മാവിന്റെ ബലത്തിന്റെ ലിസ്റ്റിംഗ് ഉണ്ടല്ലോ, അതിൽ പെടാത്തൊരു കാര്യമാണ് ഈ കരുണയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സംഭവം. നമുക്ക് വേണമെങ്കിൽ കാണിക്കാം, വേണ്ടെങ്കിൽ കാണിക്കണ്ട. അപ്പോൾ നമുക്കിത്, അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ദൈവം നമ്മളോട് കാണിച്ചത് കരുണ തന്നെയാണ്. അപ്പൊ ആ കരുണ നമ്മളും കാണിക്കണം. കാരണം ദൈവം നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ദൈവം അത് ചെയ്യാൻ, അല്ലെങ്കിൽ ആ കരുണ നമുക്ക് വേണമെന്ന് നമ്മളെപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കരുണയ്ക്ക് വേണ്ടി യഥാർത്ഥമായി പ്രാർത്ഥിക്കണം.
1 കൊരിന്ത്യര് 7-ാം അധ്യായത്തില് 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പന ഇല്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. അതായത് ദൈവത്തിന്റെ കരുണ പൗലോസിന് ലഭിച്ചവനായി ആ ബേസിൽ അഭിപ്രായം പറയുന്നു പറയുന്നത് ചില കാര്യം പറഞ്ഞു. ഞാൻ ജസ്റ്റ് ആ കരുണ എന്നുള്ള പദം ആക്ച്വൽ അതിന്റെ ഗ്രീക്ക് എവിടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഒത്തിരി ഒന്നുമില്ല. എന്നാൽ അത് ആ കോണ്ടസ്റ്റിൽപ്പെട്ട 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. 2 കൊരിന്ത്യര് 4:1 എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറഞ്ഞ് സോ എഴുതിയേക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ പൗലോസ് കാണിക്കുന്നത് നമ്മൾക്ക് കരുണ ലഭിച്ചു. ഓക്കെ, ഇനി നമ്മൾ കരുണ കാണിക്കണം എന്നുള്ള ഒരു കാര്യം യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. യൂദയുടെ ലേഖനത്തിൽ 22-23 വാക്യങ്ങളിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുവീൻ. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് കരുണ കാണിക്കണമെന്ന് പറയുന്ന ചില വേദഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ആദ്യം വായിച്ചത് നമ്മൾ കരുണ റിസീവ് ചെയ്ത കാര്യം, ഇപ്പം വായിച്ചത് നമ്മൾ അങ്ങോട്ട് കരുണ കാണിക്കണമെന്ന് പറയുന്ന കാര്യം. അത് അധികം സ്ഥലത്തില്ല ആക്ച്വലി. ഐ മീൻ ദാറ്റ് റിയൽ ആ സെയിം ഗ്രീക്ക് വാക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ മേഴ്സിഫുൾ എന്നുള്ളതിൻ്റെ ആ സെയിം ഗ്രീക്ക് വാക്ക് അധികം സ്ഥലത്ത് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പം കാണാൻ കഴിയുന്ന ഒരു ചില ഭാഗങ്ങളുടെ പ്രത്യേകിച്ച് കരുണ കാണിക്കണം എന്നുള്ള ആ ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. പക്ഷെ യേശു വളരെ കറക്റ്റായിട്ട് പറയുന്നു നമുക്കിത് കൂടിയേ തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉത്തരം കേട്ട വചനം ഇതിനു മുമ്പ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞനുസരിച്ച് യേശു അത് പറഞ്ഞു. സോ നമ്മൾ ആ ഒരു സ്വഭാവം പൊസസ് ചെയ്യണം, ആ സ്വഭാവം നമുക്ക് വേണം. അപ്പം നമ്മൾ യഥാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് കരുണയുടെ ആ സ്വഭാവം നൽകണമേ, തന്നേ പറ്റൂ. അപ്പം അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റും. ദൈവം നമുക്കത് ആലോചിച്ച് തരും. ദൈവം നമ്മളിൽ ആ ഒരു കരുണയുടെ സ്വഭാവം കാണിക്കുന്ന വ്യക്തി ജീവിതങ്ങളാക്കി തീർക്കും. ഇനി നമുക്ക് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് വരുവാണെങ്കിൽ കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വാളിറ്റിയാണ്. ദൈവം നോക്കുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ്, നമ്മളിൽ നോക്കുന്ന ആവശ്യമുള്ള വലിയ ക്വാളിറ്റി, ഭയങ്കര അതായത് അതെ മാൻഡേറ്ററിലി റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. മാൻഡേറ്ററിലി റിക്വയർഡ് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും മാൻഡേറ്ററി ആണ്. യേശു നമ്മളെ ഹൃദയം മാറ്റാൻ വേണ്ടിയാണ് യേശു വന്നത്. അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, പാപ സ്വഭാവം ഉണ്ടെങ്കിൽ, നല്ല സ്വഭാവം ഉണ്ടെങ്കിലും ചീത്ത സ്വഭാവം ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഹൃദയമാണ്. കർദിയ എന്നുള്ള ആ ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ യേശു തന്നെ പറയുന്ന ഒരു കേസാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്താ കിട്ടുന്നത്? അവർ യേശു തന്നെ പറയാം, അവർ ദൈവത്തെ കണ്ടിരിക്കും, ദൈവത്തെ അവർ കാണും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് തന്നെ ഒരു അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉണ്ടല്ലോ. ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണില്ല. അപ്പോൾ ഈ ഹൃദയശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി മെനക്കെട്ട് വേദഭാഗങ്ങളിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ കടന്ന് മനസ്സിലാക്കി നമ്മൾ അത് പ്രാപ്യമാക്കി എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദൈവത്തിന്റെ വലിയ കരുണയാൽ ദൈവം പല പ്രാവശ്യവും ഈ ഒരു കാര്യത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ദൈവം വിളിച്ച എൻ്റെ ശുശ്രൂഷയായിട്ട് ദൈവം എന്നെ അസൈൻ ചെയ്ത ടാസ്ക്കാണ് ഈ ഹൃദയം ശുദ്ധീകരിക്കുന്ന മിനിസ്ട്രി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ദൈവം എന്നെ
സ്പെഷ്യലി വിളിച്ച എൻ്റെ ശുശ്രൂഷ, എൻ്റെ ഒരു ഭയങ്കര ഒരു മേജർ ടാസ്ക് ആയിട്ട് എൻ്റെ ശുശ്രൂഷ അതാണ്. ഞാൻ പറയുന്ന ബാക്കി വചനങ്ങളും ബാക്കി ശുശ്രൂഷകളും ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഒരു ഫോക്കസിൽ നിന്നാണ്. അതിൻ്റെ എക്സ്റ്റെൻഡഡ് വെർഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഹാൻഡ്സോ ഒക്കെ ആയിട്ടാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിലോട്ട് ആളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ശുശ്രൂഷ ഇതാണ്. നിങ്ങൾക്ക് ഹൃദയം ശുദ്ധീകരിക്കണോ? യഥാർത്ഥമായി ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ വീണ്ടും പറയാം. കാരണം ഇതെൻ്റെ ശുശ്രൂഷയാണ്, ഇതെൻ്റെ ടാസ്ക് അസൈൻമെന്റ്. നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പിന്നെയും പോവാം. ഈ ശലോമോൻ രാജാവ് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശലോമോൻ രാജാവ് പറയുന്ന ഇപ്പൊ അവന്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യമുണ്ട്. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 6-ാം വാക്യത്തില് ശലോമോനും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ശലോമോൻ അനുഗ്രഹം കിട്ടുന്ന, ആ ജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് അതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ തുടക്കം എങ്ങനെയാണ്, അവിടെ ഒരു വലിയൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ശലോമോൻ ആ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന ഇങ്ങനെ, അതായത് ദൈവം ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത്. അപ്പോ ശലോമോൻ പറഞ്ഞു തുടങ്ങിയ രീതി എന്ന് കണ്ടോ? 1 രാജാക്കന്മാർ 3-ന്റെ 6-ാം വാക്യം. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ, ശ്രദ്ധിച്ചോണേ, സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ശലോമോൻ ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ ശലോമോനെ പ്രാപ്തമാക്കുന്നത് അവന്റെ അപ്പന്റെ ഗുണമാണ്. അതിൽ തന്നെ ദാവീദ് രാജാവ് ആണ് ഈ ശലോമോൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ബേർശേബയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പോലും ശലോമോൻ രാജാവായതിനു ശേഷം. അപ്പൊ ഈ ദാവീദ് രാജാവായതിനു ശേഷം. അപ്പൊ ഈ ദാവീദിന്റെ പാസ്റ്റ് ഒന്നും ശലോമോൻ കണ്ടിട്ടില്ല, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാമായിരിക്കും. ശലോമോൻ ഒരു രാജാവിന്റെ മകനായിട്ട് തന്നെ ജനിച്ച് അങ്ങനെയാണ് ആള് മുന്നോട്ട് പോയത്. അതായത് അവന്റെ അപ്പൻ രാജാവായിരുന്നു. പക്ഷേ ആ ഫുൾ പവറിലുള്ള ആ രാജാവിൽ, അവന്റെ അപ്പനിൽ ശലോമോൻ എന്ന പൈതൽ കണ്ട ഏറ്റവും മഹത്തരമായ ക്വാളിറ്റി എന്താണെന്നറിയാമോ? യെസ്, എൻ്റെ അപ്പൻ നിന്റെ മുമ്പാകെ സത്യത്തിലും നീതിയിലും ഹൃദയ പരമാർത്ഥതയിലും നടന്നത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സത്യമാണ്. അവന് വേണമെങ്കിൽ പറയാമായിരുന്നു, യെസ്, ഇസ്രായേലിന്റെ മഹാരാജാവായ എൻ്റെ അപ്പനായ ദാവീദ്. അതായത് ദാവീദ് ഉണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ യുദ്ധങ്ങളൊക്കെ ജയിച്ചത് അതൊന്നും അല്ല. ദൈവത്തിന്റെ മുമ്പിൽ ദാവീദിന് വില കൽപ്പിക്കുന്നത് പക്ഷേ ദാവീദിന്റെ സത്യവും ആ ഹൃദയപരമാർത്ഥതയും നീതിയും ഒക്കെയാണ്. പ്രിയ ദൈവമക്കളെ, അതേ ദൈവം തന്നെയാണ് ഇപ്പോ നമ്മൾ വിളിക്കുന്ന ദൈവം. നമ്മുടെ ഈ ഭൂമിയിലെ ഒരു മിടുക്കും ഒരു കഴിവും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ക്രെഡിബിലിറ്റി എടുക്കാൻ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഹൃദയപരമാർത്ഥതയും നീതിയും സത്യവുമുള്ള വ്യക്തി ജീവിതങ്ങളാണോ ഇവൻ നമ്മുടെ മക്കൾക്ക് പോലും ആ കെയർ ഓഫിൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാം. അപ്പൊ ഹൃദയ പരമാർത്ഥത അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വരുന്നത്, സത്യവും നീതിയും ഒക്കെ വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്.
അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ കണ്ടിട്ട് വേണം ഈ ഒരു ആശയത്തെ എടുക്കാൻ. ആ ഒരു ആസ്പെക്റ്റിൽ മനസ്സിലാക്കിയിട്ട് വേണം യെസ് എനിക്കൊരു ശുദ്ധിയുള്ള ഹൃദയം കിട്ടിയേ തീരൂ, ശുദ്ധിയുള്ള ഹൃദയം തന്നേ പറ്റൂ എന്ന് നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കുക. പലപ്പോഴും നമ്മൾ ക്രൂക്കട്ട്നെസ് കാണിച്ച്, ഓവർ സ്മാർട്ട്നെസ് കളിച്ച്, മറ്റുള്ള മനുഷ്യരെ പറ്റിച്ച്, പലപ്പോഴും കള്ളത്തരങ്ങൾ പറഞ്ഞ്, അനീതി കാണിച്ച്, അവിശ്വസ്തത കാണിച്ച് പലതും വെട്ടിപ്പിടിക്കുമ്പോൾ ഓർത്തുള്ള ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങൾ. അതേസമയം സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ഹൃദയപരമാർത്ഥതയിൽ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഓ അല്ല, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്ക് പോലും അത് അനുഗ്രഹ. അതല്ല, ഈ തലമുറകൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ പലതും വെട്ടിപ്പിടിക്കാൻ പലരെയും ചവിട്ടിക്കൂട്ടി അല്ലെങ്കിൽ ചവിട്ടിത്താത്തി വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ ദൈവത്തിന് മുമ്പിൽ അതൊരു ഭയങ്കര ഒരു ഫൂളിഷ്നെസ് ആട്ടോ. വചനത്തിന്റെ ബേസിലാണ് അവിടെ പറയുന്നത്. ഹൃദയപരമാർത്ഥത ഇല്ലെങ്കിൽ യെസ് അത് ഇന്ന് തന്നെ അത് മാറ്റിക്കോ, ഇന്ന് തന്നെ മാറ്റിക്കോ. നിങ്ങൾ മിടുക്കല്ല കാണിക്കുന്നത്, മണ്ടത്തരമാണ് കാണിക്കുന്നത്. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഹൃദയപരമാർത്ഥമുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് പോലും യെസ് ഭയങ്കര ക്ലെയിമാ, ഭയങ്കര ക്ലെയിമാ. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ ഇത് എടുത്തിട്ട് എങ്ങനെയാണ് നമുക്കൊരു നല്ല ശുദ്ധിയുള്ളൊരു ഹൃദയം കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി പഠിക്കാം. ഹൗ ടു ഗെറ്റ് എ പ്യുവർ ഹാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നെ ദൈവം അസൈൻ ചെയ്ത് പഠിപ്പിച്ച ഒരു വിഷയമാണ്, വർഷങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് അതിനകത്ത് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യത്തിൽ, അതുപോലെ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലുണ്ടെന്ന് തോന്നുന്നു, യേശു പഠിപ്പിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 6:45 അതിങ്ങനെ എഴുതിയിരിക്കുന്നു: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പൊ യേശു ഇവിടെ അസർട്ടൈൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയം ആണ് നമ്മുടെ സ്വഭാവത്തിനും നമ്മൾ ആരായിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഫാക്റ്റ്, ആ സാധനം ഹൃദയമാണ്. ഹൃദയത്തിൽ നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതിൽ, ആത്മാവിന്റെ ഫലങ്ങൾ വസിക്കുന്നതിൽ നമ്മൾ പുറപ്പെടുവിക്കുന്നതും ആത്മാവിൻ്റെതായിരിക്കും. ഈ ഹൃദയത്തിൽ ദോഷമായതാ ഇരിക്കുന്നെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുന്നത് ദോഷമായിരിക്കും. ഇനി ആ ഒരു ആശയത്തെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില അല്ലെങ്കിൽ ചില ദൈവദാസന്മാർ, വേദപണ്ഡിതന്മാർ അവരുടെ ഒരു പഠിപ്പീര് അല്ലെങ്കിൽ ഒരു ആശയമുണ്ട്. അത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഹൃദയം, സാങ്ക്ടിഫൈഡ് ആയിട്ടുള്ള ഹൃദയം ലഭിച്ചു എന്നുള്ള, അത് അബ്സല്യൂട്ട് നമ്മൾ ഓക്കെ ആയി എന്നുള്ള ഒരു പഠനമുണ്ട്. ആ പഠനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ, എൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് അത് ചോദിക്കുമ്പോൾ മനസ്സിലാവും. ശിഷ്യന്മാര് യേശുവിനോട് കൂടെ ഇരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ? പത്രോസ്, ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെ പത്രോസ് യേശുവിനെ ദൈവപുത്രൻ എന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ.
അപ്പൊ ശിഷ്യന്മാർക്ക് ശരിക്കും അറിയുന്നത് ദൈവപുത്രനാണ്, രക്ഷകനാണ്, മശികയാണെന്ന്. അത്ര ശിഷ്യന്മാർ അവരെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ശിഷ്യന്മാര് യഥാർത്ഥമായി നമ്മളൊക്കെ പ്രാക്ടിക്കലി വിശ്വസിക്കുന്നതിനേക്കാളും ഡീപ്പായിട്ട് വിശ്വസിക്കുക, യേശുവിനെ കണ്ട് അനുഭവിച്ച് കൂടെ നടക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ, അപ്പൊ വിശ്വാസ സംബന്ധമായി യേശു ദൈവമെന്ന് ഇപ്പോഴും നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? യേശു ദൈവമാണ്, ദൈവപുത്രനാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഞാൻ അവനെ വിശ്വസിക്കുന്നു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. അതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രൂശിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ശിഷ്യന്മാര് തന്നെയാണ്. അപ്പൊ ഈ ശിഷ്യന്മാരിൽ ഈ പറഞ്ഞ പത്രോസും ഒക്കെ ശിഷ്യനാണ്, തോമസ് ശിഷ്യനാണ്. അപ്പൊ ഈ ശിഷ്യന്മാരിൽ ഇങ്ങനൊക്കെ വിശ്വസിക്കുക, യേശുവിനോട് കൂടെ നടക്കുകയും ചെയ്യുന്നുവെങ്കിലും യേശു പഠിപ്പിച്ച പഠനത്തിന് ഘടകവിരുദ്ധമായി അവർ കൊലപാതകികളാണ്. കാരണം പത്രോസ് യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ ചേവകനെ വെട്ടാൻ വാള് എടുത്ത ആളാ, ചെവി താഴിട്ട ആളാ, യേശുവിനെ തള്ളി പറഞ്ഞ ആളാ. അതിനുശേഷം ഈ ശിഷ്യന്മാരൊക്കെ മീൻ പിടിക്കാൻ പോയ ആളാ. അപ്പൊ ദാറ്റ് മീൻസ് അവരുടെ ഹൃദയം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രകാരം എങ്ങനെ ഒരാളെ വാളെടുക്കാൻ തുനിയിപ്പിക്കുന്നത്, അതായത് അവരുടെ ഹൃദയത്തില് ആ സാധനം ഉള്ളത് കൊണ്ടാണ് അവരെ എടുത്തത്. എങ്ങനെയാണ് തള്ളി പറഞ്ഞത്? അവന്റെ ഹൃദയത്തില് തള്ളി പറയാൻ പാകത്തിന്, അതായത് അവനെ സ്വന്തത്തെക്കാൾ അല്ലെങ്കിൽ യേശുവിനേക്കാൾ കൂടുതൽ അവനെ തന്നെ സ്നേഹിച്ച് അവന്റെ ജീവനെ രക്ഷിപ്പാൻ നോക്കിയത് കൊണ്ടാണ് അവൻ പറഞ്ഞത്. ഇതൊക്കെ വരയിടുന്നത് അവരുടെ ഹൃദയം ശരിയല്ല എന്നാണ്. ആരുടെ? യേശുവിനോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ. എന്നാൽ ഇതേ പത്രോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ ചെല്ലുമ്പോൾ വേറൊരു പത്രോസിനെ കാണാം, വളരെ കൂളായിട്ട്. അതായത് ഇപ്പൊ എങ്ങനെ ഇവനെ പിടിക്കപ്പെട്ടാൻ ചാൻസ് ഉള്ളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തള്ളിപ്പറഞ്ഞ പത്രോസ് നാളെ തല വെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടും കൂളായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു പത്രോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ട്രാൻസ്ഫോംഡ് പത്രോസ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട് ഡെഫിനറ്റ്ലി, പക്ഷെ ആ ട്രാൻസ്ഫോർമേഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സാങ്ക്ടിഫൈഡ് ആയ, ഹൃദയം പ്യുവറായ ഒരവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവര് സപ്പോസ് ഞാൻ എന്റെ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങില് യേശു ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവർ യഥാസ്ഥാനപ്പെടുന്നതിന് മുമ്പ് ഈ പത്രോസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശിഷ്യന്മാരോ അപ്പോസ്തല പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ മുമ്പേ ഇവർ മരിച്ചായിരുന്നെങ്കിൽ ഇവർ നരകത്തിലേ പോകും. കാരണം ദൈവം പറഞ്ഞ പല കാര്യങ്ങൾക്കും ഘടകവിരുദ്ധമായ സ്വഭാവം പൊസസ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു അവർ. ഇവരും എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ടീംസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനൊക്കെ സംഭവത്തിന് മുമ്പേ അവർ ഭൂമിയിൽ മാറ്റപ്പെട്ടായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അവര് നിത്യതയിലെത്തും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വേദഭാഗങ്ങൾ എവിടെയാണെന്ന് കാണിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, യേശു പഠിപ്പിക്കുന്ന പോയിന്റ്, നമ്മുടെ ഹൃദയം ശുദ്ധിയായ തന്നെ പറ്റൂ. ഹൃദയത്തിനകത്ത്
ബാഡ് ഡെപ്പോസിഷൻ, ദുർനിക്ഷേപം പാടില്ല, നല്ല നിക്ഷേപം തന്നെയായിരിക്കണം. യെസ്, there is provision to have that good deposition, and there are provision to remove the bad deposition from our heart. അങ്ങനെയാണെങ്കിലോ, അതായത് സപ്പോസ് if we are thinking that there's no way to change our heart, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ബാഡ് ആണെങ്കിൽ അത് നമ്മൾ മരിക്കുന്നവരെ ബാഡായി തന്നെ ഇരിക്കുള്ളൂ. യേശുവിന്റെ സിസ്റ്റത്തിന്, ഈ ബൈബിളിന്, യേശുവിന് നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇതിനകത്ത് പ്രവർത്തിക്കോ ചോദിക്കാതോ ഇരുന്ന് നരകത്തിൽ പോയാ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. യേശുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് ബിബ്ലിക്കൽ ഓപ്ഷൻസ്, ബിബ്ലിക്കൽ വേ ടു കൺവേർട്ട് യുവർ ബാഡ് ഹാർട്ട് ടു പ്യുവർ ഹാർട്ട്. I can tell you. Yes, let us go to that particular thing. ഇനി യെഹെസ്കേൽ 36-25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ കിടക്കുന്നു. യെഹെസ്കേൽ 36-25 മുതൽ 27 വരെ വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേദഭാഗമാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും യഥാർത്ഥമായി ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും വിധികളിലും നടക്കണമെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലായി കല്ലായുള്ള ഹൃദയമൊക്കെ മാറി മാംസളമായ ഹൃദയം വന്നു ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിലാക്കി ഒരു പ്യുവറായിട്ടുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഹ്യൂമൻ ബീയിങ് ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും നടക്കൂ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അതിനെ നമ്മൾ ഡൈസെക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഈ പ്രോസസ്സ് തുടങ്ങുന്നത് എവിടെയാ? 25-ാം വാക്യം തുടങ്ങുന്നത് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഇത് സംവാട്ട് ഈക്വൽ ടു ആ ശമരിയക്കാരത്തി സ്ത്രീ യേശുവിൽ നിന്ന് ജീവജലത്തിന്റെ നീരുറവ കുടിക്കുന്നത് പോലെ. അതായത് ശമരിയക്കാരത്തി സ്ത്രീ യേശുവിനെ മശികയായിട്ട് അംഗീകരിച്ച് അത് വിശ്വസിച്ചപ്പോൾ, അത് അവൾ ഏറ്റെടുത്തപ്പോൾ അവൾ ആ വെള്ളം കോരാൻ കാര്യമൊക്കെ മറന്നിട്ട് അവൾ പോയി സുവിശേഷം അറിയിക്കാൻ പോയി. ആ സന്തോഷത്തോടെ ഞാൻ എൻ്റെ രക്ഷകനെ കണ്ടില്ല, മശികയാണെന്ന് തോന്നുന്നു, നിങ്ങളും വന്ന് കാണുകയും നോക്കുകയും എന്ന് പറഞ്ഞ് അവൾ സുവിശേഷം അറിയിക്കാൻ പോയ രക്ഷയുടെ സന്തോഷം വന്നൊരവസ്ഥ ഉണ്ടല്ലോ. When we accept Jesus, when we confess our sin seriously, genuinely, and when we really accept Jesus as our Savior, നമുക്കും ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. നമുക്ക് സന്തോഷം വരും, യഥാർത്ഥ സന്തോഷം വരും. പക്ഷെ that does not mean that your heart is pure. അങ്ങനെയാണെങ്കിൽ ഈ സന്തോഷം വന്നവരായിരുന്നു ശിഷ്യന്മാർ കൂടെ ഇരിക്കുമ്പോൾ. പ്രത്യേകിച്ച് അന്ന് പത്രോസിന്റെ കാര്യം, അന്നൊക്കെ അപ്പൊ നീ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശു തന്നെ പറഞ്ഞതാ, ഇത് വെളിപ്പെടുത്തിയത് പിതാവാണ്. പക്ഷെ ഈ പത്രോസിനകത്ത് കൊലപാതകത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഹൃദയം
എന്ന് പറയുന്ന ഹൃദയത്തിന്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് നിർമ്മല ജലം തളിക്കപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ അബ്സല്യൂട്ട് പ്യൂർ ആയിട്ട് ദൈവത്തിന്റെ സ്വഭാവത്തിന് നമ്മൾ പാത്രീഭൂവരാവുന്നില്ല. സ്റ്റിൽ വി നീഡ് ടു ഗോ ഫർദർ. മെനി ലെവൽ നമ്മൾ അപ്പാവാനുണ്ട്. അപ്പോ അതിനുശേഷം ഇവിടെ നമ്മൾ എഴുതുന്നത്, നമ്മളിവിടെ കാണുന്നത്, അതായത് നിർമ്മല ജലം തളിച്ചാൽ നമ്മുടെ പാപങ്ങൾ നീങ്ങും, സകല മലിനത നീങ്ങും, സകല വിഗ്രഹവും നീങ്ങും, അതൊക്കെ നീങ്ങും. പക്ഷേ കല്ലായുള്ള ഹൃദയം നീങ്ങണമെങ്കിൽ ഇവിടെ ദൈവം എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവം ഒരു പുതിയ ഹൃദയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പുതിയ ഹൃദയത്തിന്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, കല്ലായുള്ള ഹൃദയം നീങ്ങി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. മാംസളമായ ഹൃദയവും പ്യുവർ ഹൃദയമല്ല, പക്ഷെ ന്യൂട്രൽ ഹൃദയമാണ്, കല്ലില്ലാത്ത ഹൃദയമാണ്. ഇനി അതെങ്ങനെ സംഭവിക്കും? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അതിനു മുമ്പ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പൊ മാംസളമായ ഒരു ഹൃദയം നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ പുതിയൊരു ആത്മാവ് നമ്മളിൽ ഫങ്ഷൻ ചെയ്യണം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ആ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വർത്തിക്കുന്നത്, പക്ഷെ രണ്ട് ടേമായിട്ട് ദൈവം എഴുതിയേക്കുന്നു. ഇവിടെ പുതിയ ആത്മാവെന്ന് എഴുതിയേക്കുന്നു, അതിനുശേഷം എന്റെ ആത്മാവെന്നും അവിടെ എഴുതിയേക്കുന്നു. അതായത് പുതിയ ആത്മാവ് എന്തിനാ ഉപയോഗിക്കണേ? കല്ല് മാറാൻ, ചട്ടങ്ങളിലും വിധികളിലും നടക്കാൻ എന്ത് വേണം? ദൈവത്തിന്റെ ആത്മാവ് വേണം. മറ്റേത് ദൈവത്തിൽ നിന്ന് തന്നെയാ, പക്ഷെ അതിന്റെ ഫങ്ഷൻ വേറെയാ. കല്ല് മാറ്റാൻ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനുശേഷം ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ ചട്ടങ്ങളിലും വിധികളിലും നടക്കാൻ നമ്മൾ എനേബിൾ ആവും, പ്രാപ്തരാവും. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ അത് ആത്മാവിന്റെ നിലവാരത്തിന്റെ വ്യത്യാസം മനസ്സിലാവും. നിർമ്മലജലം തളിക്കുന്ന അവസ്ഥ മുതൽ, രക്ഷിക്കപ്പെടുന്ന അവസ്ഥ മുതൽ, അതിനുശേഷം നമ്മുടെ ഹൃദയത്തിലെ കല്ലുകൾ മാറുന്ന അവസ്ഥ, അതിനുവേണ്ടി പുതിയൊരു ആത്മാവ് വേണം. അതിനുശേഷം അത് മൊത്തം മാറിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാക്കി ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും തന്നെ നടത്തപ്പെടുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ പിന്നെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ ഇതെല്ലാ മനുഷ്യർക്കും വേണം. അതുകൊണ്ടാണ് യേശു പറയുന്നത് നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം, അവരാണ് ദൈവത്തെ കാണാൻ പോണത്. അപ്പൊ ഇത് ബൈബിൾ പ്രകാരം ഇതൊരു സത്യമായ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ആശയം വ്യക്തമാകണമെങ്കിൽ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു സംഭവം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എന്താണ് ഈ പറഞ്ഞ കാര്യം. അപ്പൊ എനിവേ ഇത് കേട്ട വ്യക്തിജീവർക്ക് മനസ്സിലായി, നിർമ്മലജലം തളിച്ചപ്പെടുമ്പോഴത്തേക്കും പുതിയ ഹൃദയവുമായിട്ടില്ല, നമ്മൾ ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും നടത്തപ്പെടാൻ റെഡി ആയിട്ടുമില്ല. അതിന് കല്ലായുള്ളത് മാറണം, അതിന് പുതിയ ആത്മാവ് വേണം. മനസ്സ് മാംസളമായത് വന്നു കഴിയുമ്പോൾ അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ തന്ന് നമ്മുടെ ഹൃദയം ഓക്കെ ആയിട്ട് ദൈവത്തിന്റെ സ്വഭാവം പ്രൊസസ് ചെയ്തിട്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും നമ്മൾ നടക്കുള്ളൂ. ആ ഒരു സ്റ്റേജാണ് നമുക്ക് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ഹാർട്ട് എന്ന്. പക്ഷെ അവിടെ കല്ലില്ല, പ്യുവറാ, ദൈവത്തിന്റെ ആപ്പാടുള്ളത്. ദൈവം നോക്കുമ്പോൾ എന്താ ഉള്ള ഇയാളുടെ ഹൃദയത്തിൽ മൊത്തം ദൈവത്തിന്റെ സാധനം സെയിം. സാത്താൻ നോക്കുമ്പോഴും സെയിം. അതിന് മുമ്പാണെങ്കിലോ ആള് രക്ഷിക്കപ്പെട്ടതൊക്കെയാ, പക്ഷെ ഉള്ളിലോട്ട് ഹൃദയത്തിലോട്ട് നോക്കുമ്പോൾ എന്താ? കല്ല് കിടപ്പുണ്ട്, കുന്ന് കിടപ്പുണ്ട്, മുള്ളും പറക്കാരെയും കിടപ്പുണ്ട്, പല സാധനങ്ങളുണ്ട്. ഇതൊരു ഫാക്റ്റ് ആട്ടോ. വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഇത്
യഥാർത്ഥമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഹൃദയശുദ്ധിയിലോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം പെന്തക്കോസ്തുകാരെന്നോ വിശ്വാസിയെന്നോ ലേബലിൽ നടന്നിട്ട് ഒത്തിരി ബാഡ് സ്വഭാവം പൊസസ് ചെയ്തിട്ട് നരകത്തിലോട്ട് പോകാം. കാരണം ദൈവത്തെ കാണൂല. ദൈവത്തെ കാണുമ്പോൾ പ്യൂർ ആയിട്ടുള്ള ഹാർട്ട് വേണം. സീരിയസ്ലി ദൈവനെ പഠിപ്പിച്ച വചന സത്യങ്ങൾ കലർപ്പില്ലാതെ പറയുന്നതാണ്. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ദൈവത്തോട് ചോദിക്കുക. ഈ പറഞ്ഞ വചനവേദഭാഗങ്ങളുടെ ആഴത്തിൽ ആത്മദാഹത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന ദൈവം അത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ആ മനുഷ്യബുദ്ധി ഉപയോഗിക്കല്ലേ. പിന്നെയും പറയുന്നു, മനുഷ്യബുദ്ധി ഉപയോഗിക്കല്ലേ. ദൈവത്തോട് ചോദിച്ച് ആത്മാർത്ഥമായി ഈ വ്യക്തി പറയുന്ന സോനു വർഗീസ് എന്ന് പറയുന്നത് സത്യമാണോ ദൈവമേ എന്ന് ആത്മാർത്ഥമായി ചോദിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ ദൈവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണാൻ പോകുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ഞാനിത് സംസാരിക്കുന്നത്. Hallelujah. Then ask God. Then let me know what God reply you. Hallelujah. The name of Jesus. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു സംഭവം നടന്നായിരുന്നു. അതിന്റെ 14-ാം വാക്യം മുതൽ, അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്നു അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾ അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് ഇതേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് 40-ാം വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതേ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ തന്നെ 1-ാം വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എഴുതിയിരിക്കുന്നത്, അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ ശിഷ്യന്മാർക്ക് ഏത് ഭൂതം ഉണ്ടെങ്കിലും എന്ത് വ്യാധി ഉണ്ടെങ്കിലും സൗഖ്യമാക്കുവാനുള്ള ശക്തിയും അതോറിറ്റിയും ലഭിച്ചു. എന്നിട്ടും 40-ാം വാക്യത്തിൽ കാണുന്നത് അവർക്ക് ലഭിച്ച ശക്തിയും അധികാരവും യൂസ്ഫുൾ ആയില്ല ഈ ബാലന്റെ ബോധത്തെ പുറത്താക്കാൻ. അതായത് ഇവർക്ക് അധികാരമുണ്ട്, ശക്തിയുണ്ട് ദൈവത്തിൽ നിന്ന്, പക്ഷേ ഇവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ശക്തിയുണ്ട്, അധികാരമുണ്ടായിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം
നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് തിരിച്ച് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തോട്ട് വരുവാണെങ്കിൽ, യേശു ഈ കാര്യം അറിഞ്ഞപ്പോൾ, ശിഷ്യന്മാര് ഫെയിലായതറിഞ്ഞപ്പോൾ, കാരണം യേശു കുറച്ചു മുമ്പേ ശക്തിയും അധികാരം കൊടുത്തതാ, എന്നിട്ട് ഇവര് ഫെയിലായെന്നറിഞ്ഞപ്പോൾ യേശുവിന് ദേഷ്യം വന്നിട്ട് യേശു പറയുകയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. എത്രത്തോളം നിങ്ങളെ സഹിക്കും, ഞാൻ എങ്ങനെ നിങ്ങളെ ടോളറേറ്റ് ചെയ്യും? യേശു പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. അതിനുശേഷം എല്ലാവരും പോയതിനു ശേഷം ശിഷ്യന്മാർ രഹസ്യത്തിൽ യേശുവിന്റെ സന്നിധി വന്നപ്പോൾ യേശുവിനോട് ചോദിക്കുക, കാരണം ഇവർക്ക് കിട്ടിയതാണ് ശക്തി, അധികാരം യേശുവിൽ നിന്ന് പിന്നെ പുതിയതായിട്ടൊന്നും കിട്ടാനില്ല, ശക്തിയായിട്ട് അധികാരമായിട്ട് ഒന്നും കിട്ടാനില്ല. പലരും അങ്ങനെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ തന്നെയാ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാൻ വായിച്ചത്. ശക്തിയാട്ടെ, അതായത് യേശു തന്ന ശക്തി വാസ് നോട്ട് ഇനഫ്, സ്റ്റിൽ ദർ ഇസ് സംതിങ് എൽസ് ടു ഗെറ്റ്. അങ്ങനെ ഒരു ഇടപാടില്ല. എന്തൊക്കെ ശക്തിയുണ്ടോ, എന്തൊക്കെ അധികാരമുണ്ടോ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവർ കിട്ടിയത് തന്നെയാണ്. അപ്പൊ അതൊന്നും അല്ല അവിടെ പ്രശ്നം. യേശു പറയുന്നത് അതാണ് പ്രശ്നം, നിങ്ങളുടെ ശക്തി പോരാന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറയുന്നത്. യേശു ദേഷ്യപ്പെട്ടതാ ചെയ്തത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. ഹല്ലേലൂയ. അപ്പൊ അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, യേശു അവിടെ തന്നെ പറയുന്നതാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. ദേഷ്യപ്പെട്ടപ്പോൾ പറയുന്നത് അവിശ്വാസം കോട്ടവുമുള്ള തലമുറ. അപ്പൊ ഇവരുടെ കോട്ടമാണ്, ഇവരുടെ അവിശ്വാസമാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ശക്തി ഉണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുവാൻ കാരണമാകാത്തതിന്റെ കാരണം ഇവരുടെ അവിശ്വാസമാണ്. അപ്പോ വെളിപ്പാട് പുസ്തകത്തില് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഭീരുക്കൾ, അവിശ്വാസികൾ. അപ്പൊ അവിശ്വാസം എന്നുള്ളത് മരണകരമായ പാപമാണ്, മരണകരമായ കാര്യമാണ്. അപ്പൊ ഇതിനു ശേഷം യേശു പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം മാത്രമേ. അല്പവിശ്വാസം തന്നെ ഡൈസെക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വിശ്വാസവും ഉണ്ട് അവിശ്വാസവും ഉണ്ട്. എന്നിട്ട് അവർ പറയുക, യേശു എൻ്റെ ഒരു സൊല്യൂഷൻ പറയാം. എൻ്റെ സൊല്യൂഷൻ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് യേശു ആട്ടെ നിങ്ങൾക്ക് അവിശ്വാസമാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് യേശുവിന് അറിയാലോ. എന്തുകൊണ്ട് യേശു നിങ്ങളുടെ അവിശ്വാസം മാറിപ്പോട്ടെ എന്ന് കൽപ്പിച്ചില്ല? അങ്ങനെ കൽപ്പിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അവിശ്വാസം മാറിപ്പോട്ടെ, നിങ്ങളുടെ അല്പവിശ്വാസം മാറിപ്പോട്ടെ എന്നുള്ളൊരു കമാൻഡ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല അവിടെ. പകരം യേശു ഒരു കാര്യം പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുക അവിടെ. ആ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. ദൈവമക്കളെ, ഇവിടെ യേശു റഫർ ചെയ്യുന്ന മല ഭൂതമല്ല, അവരുടെ അവിശ്വാസം. ഭൂതത്തിന്റെ ശക്തിയല്ല അവിടുത്തെ പ്രശ്നം, ഇവരുടെ അവിശ്വാസം അവിടുത്തെ പ്രശ്നം. യേശു ഇവിടെ പറയുന്നില്ല ഭൂതത്തിന്റെ ശക്തി കൊണ്ടാ, നിങ്ങളെക്കാളും വലിയ ശക്തിയാണ് ആ ഭൂതത്തിന്, അതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നില്ല അവിടെ. ദൈവത്തിൽ നിന്നുള്ള ശക്തി ഓൾറെഡി കിട്ടിയ ആൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇവരുടെ ഹൃദയത്തിലുള്ള അവിശ്വാസമാകുന്ന ദുർനിക്ഷേപമാണ്. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയുക അവിടെ ഒരു സൊല്യൂഷൻ, നിങ്ങൾ വിശ്വാസത്തോട് ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുവാന്ന് പറഞ്ഞാൽ, അതും കടുകുമണിയോളമുള്ള വിശ്വാസം. അഗെയിൻ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കടുകുമണി, അതായത് ഫുൾനെസ് ഉള്ള വിശ്വാസം, അങ്ങനെയൊക്കെ പല സംഭവം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ശിഷ്യന്മാരുടെ പ്രശ്നം അവരുടെ അവിശ്വാസമാകുന്ന മലയാണ്. അവിശ്വാസമാകുന്ന മലയെ ട്രീറ്റ് ചെയ്യാനും
ദൈവം പറയുന്നത് കടുകുമണിയോളമുള്ള വിശ്വാസം കൊണ്ട് കൽപ്പിക്കാനാണ് പറയുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൽ അതിൻ്റെ 15-16 വാക്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവും. അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം അതിനകത്ത് 15-16 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഇവിടെയും നമ്മളൊരു പർവ്വതത്തെ കാണുന്നു. ഈ പർവ്വതത്തെ മെതിച്ചു പൊടിക്കുന്നത് ആരാ? ദൈവമാണോ മെതിച്ചു പൊടിക്കുന്നത്? അങ്ങനെയാണോ ഇവിടെ എഴുതിയേക്കണേ? അങ്ങനെ അല്ല എഴുതിയേക്കണേ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും. ആരാ മെതിച്ചു പൊടിക്കുന്നത്? ഓ ജീസസ്, ഹല്ലേലൂയ. നീ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവം തന്നെ വന്ന് ചെയ്തു തരില്ല. അത് അങ്ങനെയാണെങ്കിൽ യേശു ശിഷ്യന്മാരോട് നിങ്ങളുടെ ആ അവിശ്വാസം മാറിപ്പോട്ടെ എന്ന് കൽപ്പിച്ചാൽ ഒറ്റയടിക്ക് മാറണ കാര്യമുള്ളൂ. പകരം യേശു ഒരു കാര്യം അവരെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുക. ഇവിടെ യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ കാണുന്നു, നിന്നെ ഞാനൊരു വെപ്പണാക്കിയ വെച്ചേക്കുന്ന ന്യൂ ഷാർപ്പ് ത്രഷിംഗ് സ്ലെറ്റ് വിത്ത് ഡബിൾ എഡ്ജസ്. നിന്നെ ഒരു ടൂളാക്കി, വെപ്പണാക്കി, പവർഫുൾ ആയിട്ട് വെപ്പണാക്കി വെച്ചിട്ടുണ്ട്. യു ജസ്റ്റ് ഡു യുവർ വർക്ക്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതമാകുന്ന അവിശ്വാസം. ഓ ജീസസ്, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മലയോട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം നാട്ടിൽ കിടക്കുന്ന മലയോട് ഫൈറ്റ് ചെയ്യാണ്. That is a number one mistake you are committing all these years. Look at your heart. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് നോക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് കാണ്. Yes, it is standing and acting as super power. Like mountains, like stones, like hindrances, like hills. Are you seeing your problem? My dear friends, those are the mountains that you need to pulverize as soon as possible. നിങ്ങളുടെ ഹൃദയത്തിലെ അവിശ്വാസം, ഹൃദയത്തിലെ ഭയം, ഹൃദയത്തിലെ തെറ്റായ സ്വഭാവങ്ങള്, കൊലപാതകങ്ങള്, ദുഷ്ടതകള്, ചതിവ്, വഞ്ചന, ദുഷ്ടത, വ്യഭിചാരം, സകല സാധനങ്ങള് അത് മല പോലെ വളർന്നേക്കുക. കള്ളത്തരങ്ങൾ. ഇനി ഓരോ മലയുണ്ടാവും. പല മലയും പല കുന്നുകളും പല കല്ലുകളും ഉണ്ടാവും. ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അവിശ്വാസമാകുന്ന മലയോടാണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് ഇത്രയും ചെയ്താൽ മതി. ഇവിടെ എഴുതിയേക്കുന്നത്, ഞാൻ നിന്നെ പുതിയതും പല്ലേറുന്നതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും. നമ്മുടെ ജോലി ഇവിടെ ഈ വചനപ്രകാരം മെതിക്കുക, പൊടിക്കുക, പാറ്റുക. പറപ്പിച്ചു കൊണ്ടുപോകുന്നത് കാറ്റിന്റെ പരിപാടിയാണ്, നിങ്ങളുടെ അല്ല. പക്ഷെ നമ്മുടെ പരിപാടി ശ്രദ്ധിക്കണേ, മെതിക്കൽ, പൊടിക്കൽ, പാറ്റൽ, അത് നമ്മളായിട്ട് ചെയ്തു കൊടുക്കണം. ഇത്രയും ചെയ്ത കാറ്റടിപ്പിക്കുന്ന കാര്യം ദൈവം ഏറ്റു. അതിനും ബിബ്ലിക്കലായിട്ടുള്ള ബാക്കിംഗ് ഉണ്ട്. ഞാൻ അതിലോട്ട് വരാം.
അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി എന്താ ചെയ്യേണ്ടത്? എന്തായാലും യേശു അല്പവിശ്വാസം എന്ന് പറഞ്ഞതിന് യേശു അവിടെ അഡ്രസ് ചെയ്യുന്നത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ് അത്രേ. കാരണം നമുക്ക് വേണ്ടത് അല്പവിശ്വാസമല്ല, പ്യുവറായിട്ടുള്ള വിശ്വാസമാണ്. അതായത് അവിശ്വാസം ഇല്ലാത്ത, വിശ്വാസം മാത്രമുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. അവിശ്വാസത്തിന് ഒരു തരി സാധനം നമ്മുടെ ഹൃദയത്തിൽ യേശു അവിടെ സമ്മതിക്കുന്നില്ല, അലോ ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് രണ്ടാം മരണത്തിന് കാരണമാകുന്ന വലിയ പാപമാണ്. അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ. സെയിം കേസ് ഫോർ അത് ഭീരുത്വം, അതുപോലെ കൊലപാതകം, അങ്ങനെ അബോമിനേഷൻ, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൽ ഇമ്മോറാലിറ്റി ഒക്കെ പറയുന്നുണ്ട് അവിടെ. അതൊന്നും പറ്റില്ല. കള്ളത്തരം പറയുന്നുണ്ട്, എല്ലാം പറയുന്നു. അതൊന്നും പറ്റില്ല. വചനം സത്യമാണ്. നമ്മൾ വചനത്തിന്റെ സത്യത്തിലൂടെ അഡ്ഹർ ചെയ്യാന്ന് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വഭാവത്തിന് വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പുളിച്ച ഉപദേശം വെച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ നരകത്തിൽ പോവുള്ളൂ. പ്രശ്നം പുളിച്ച ഉപദേശമാണ്. If you come to God with genuine heart to know the genuine truth, just ask God. Definitely God will teach you the truth. Hallelujah. Oh Jesus. അപ്പോൾ എന്താണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാനുള്ളത്? യേശു പുതിയ നിയമത്തിൽ പറഞ്ഞത് കൽപ്പിക്കുക മലയോട്. യെസ്, നമുക്ക് ഹല്ലേലൂയ, യെസ്, യേശു ഒരു അധികാരം നൽകിയിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. മെതിപ്പാനുള്ള അധികാരമുണ്ട്, പൊടിപ്പാനുള്ള അധികാരമുണ്ട്. ജസ്റ്റ് കമാൻഡ്. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. സപ്പോസ് നമുക്ക് അവിശ്വാസമാകുന്ന മലയാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അവിശ്വാസമാകുന്ന എന്റെ ഹൃദയത്തിലുള്ള മലയെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിനെ മെതിക്കുന്നു, യേശുവിന്റെ നാമത്തിനെ പൊടിക്കുന്നു, യേശുവിന്റെ നാമത്തിനെ പതിരാക്കുന്നു കൽപ്പിക്കും വിശ്വാസത്തോടെ. ഇത് ശരിക്കും പ്രാർത്ഥനയോടെ, ദൈവമേ എനിക്ക് അവിശ്വാസം മാറണം എന്നുള്ള പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഈ ഒരു ട്രൂത്തും അറിയാമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിൽ പറയും, യെസ് യു കമാൻഡ് ഇറ്റ്. ആ കമാൻഡ് ചെയ്യുന്ന സമയത്ത് കമാൻഡ് ചെയ്യാതെ പോവും. മേ ബി യു നീഡ് ടു റിപ്പീറ്റ് ഇറ്റ് ബിക്കോസ് യു ആർ ഫൈറ്റിംഗ് അഗൻസ്റ്റ് എ ബിഗ് മൗണ്ടൻ. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ദിസ്, യു ആർ എ pulverizer or backhoe or JCB, something like that. You have the power to remove it or destroy any big mountain. But mountain is mountain. It may take some time, but it will happen. Every time when you command, yes, ഒരു ബക്കറ്റ് ഫുൾ ഓഫ് ആ ഒരു സാധനം മാറുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. സംടൈംസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് അത്രയും ചില കാര്യങ്ങൾ ഒറ്റയടിക്ക് മാറും. ചില കാര്യങ്ങൾ വിൽ ടേക്ക് സം ടൈം, ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. നെഹമ്യാവും അതിലും ഒറ്റ ദിവസം കൊണ്ടല്ലോ, but it will happen. So when with faith, ആ ഉള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ കൽപ്പിക്കുക. നിങ്ങളുടെ ആ സ്വഭാവത്തിന്റെ പ്രശ്നം, നിങ്ങളുടെ ഹൃദയത്തിലെ വർഷങ്ങളായി നിങ്ങളെ തടവിലാക്കിയിരിക്കുന്ന, അടിമയാക്കിയിരിക്കുന്ന, സാത്താന്റെ സ്വഭാവവാഹകരായിരിക്കുന്ന ആ പർട്ടിക്കുലർ ടാസ്കിനോട്, കാര്യത്തിനോട് കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ ശാസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ മെതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ പൊടിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെ പതിരാക്കുന്നുവെന്ന് യഥാർത്ഥമായ ആത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ ആ നിറവോടെ, ആ പുതിയ ആത്മാവോടെ കൽപ്പിക്കുന്നുവെങ്കിൽ, ഓ ഹല്ലേലൂയ, യു ക്യാൻ ഫീൽ, ഒരു കാറ്റടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് വചനപ്രകാരം ഈ ഒരു പ്രോസസ്സ് ആക്യുറേറ്റ് ആട്ടോ, വളരെ പെർഫെക്റ്റ് ആണ്. അത് മനസ്സിലാവണമെങ്കിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കള് ചെങ്കടൽ കടന്നു പോകുന്നു. മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ കടന്ന് അക്കരയെത്തി. ആ ഒരു പ്രോസസ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് ഓടിപ്പോന്നപ്പോൾ ഫറവോനും അവന്റെ സൈന്യവും അവരെ ചേസ് ചെയ്തില്ലേ? ചേസ് ചെയ്തു. ഓ ജീസസ്, ഹല്ലേലൂയ. ഫറവോനും സൈന്യവും എത്ര നേരം അവരെ ചേസ് ചെയ്തു? എവിടം വരെ ഉണ്ടായിരുന്നു അവരുടെ ചേസ്? ചെങ്കടൽ വരെ മാത്രം. ചെങ്കടലിന് അപ്പുറം ഫറവോനും സൈന്യവും ഇസ്രായേലർക്ക് നോ ലോങ്ങർ എ ത്രെറ്റ് ഫോർ ദം. ചെങ്കടലിന് അപ്പുറം.
കാരണം ചെങ്കടലിൽ അവർ പട്ടുപോയി. ഓ ജീസസ്, ഇതെങ്ങനെ ദൈവം സാധിപ്പിച്ചേ? ഓ ജീസസ്, ഓ ഹല്ലേലൂയ. ദൈവം അവിടെ ഒരു കാറ്റടിപ്പിച്ചു. കാറ്റടിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈ കമാൻഡ് ചെയ്യുമ്പോൾ കാറ്റടിക്കുന്നുവെങ്കിൽ എന്നേക്കുമായി ഇത് നിങ്ങളിൽ നിന്ന് മാറുക. ഓ ജീസസ്, ഹല്ലേലൂയ. ആ കാറ്റടിക്കുന്നത്, ഇറ്റ് ഈസ് മേക്കിംഗ് എ പെർമനന്റ് സെപ്പറേഷൻ ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം. പെർമനന്റ് സെപ്പറേഷൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ, അത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് വീക്ക്നെസ് ആവില്ല, നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല ആ ഒരു കാര്യത്തിൽ. നിങ്ങളുടെ ഹൃദയം ആ കാര്യത്തിൽ പ്യൂറായി. But you should do this, you should repeat this exercise for every stones or every mountains that is accumulated in your heart for the past all these years in your life in this world, in this earth. സാത്താൻ എവരി ടൈം, സാത്താന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അറിയാതെ ഓരോ മല കെട്ടിപ്പോക്കുന്നുണ്ട്, ഓരോ കല്ലിടുന്നുണ്ട്, ഓരോ കുന്നുണ്ടാക്കുന്നുണ്ട്. യേശു വന്നിട്ട് ഈ വചനം തന്നിട്ട്, ദിസ് ഈസ് ദ വേ ഹൗ ടു പ്യൂരിഫൈ യുവർ ഹാർട്ട്. യു നീഡ് ടു ഡു ദിസ് എക്സസൈസ് ഫോർ ഈച്ച് ആൻഡ് എവരി മിസ്റ്റേക്ക്. യഥാർത്ഥമായി ഇത് ആവശ്യം തോന്നലാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്താണ് എൻ്റെ പ്രശ്നം? ഐ ടുക്ക് ഓൾമോസ്റ്റ് 3 years ടു ഡു ദിസ് എക്സസൈസ് ആൻഡ് ഐ കീപ് ഓൺ റിപ്പീറ്റിംഗ് ഇറ്റ്. പക്ഷേ I can understand. If something is happening, immediately I can understand, and immediately I can able to get rid of it. But it took me almost 3 years, and don't think it is that easy, and don't think Satan is that comfortable with your exercise. No. നെഹമ്യാവ് മതിൽ പണിതപ്പോൾ എന്തൊക്കെ തടസ്സമുണ്ടായോ ആ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ഇത് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയാൽ. But you have to do it. You have to do it. Seriously, sincerely, with genuine desire, you need to do it. For that, you need to pray and fast. Oh, Jesus, it is not that easy. ഞാൻ എത്രയോ പ്രാവശ്യം, എത്രയോ ദിവസങ്ങൾ ഓരോ എൻ്റെ മിസ്റ്റേക്കിന് വേണ്ടി ഉപവസിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഓരോ കാര്യത്തിന് വേണ്ടി സ്പെസിഫിക്കലി ഇന്നത്തെ ഉപവാസം ഈ ഒരു കാര്യത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ എത്രയോ ദിവസം ഉപവസിച്ചിട്ടുണ്ടെന്ന് അറിയാം. But God did wonderful thing. God changed my weakness. Yes, many things. ഇനി തിരിച്ച് അത് വരണമെങ്കിൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. നമ്മൾ തിരിച്ച് മിസ്രൈമിൽ പോയിട്ട് അത് പൊക്കിയെടുക്കാതല്ലാതെ, if your journey is towards that eternity and you are not going back or not turning back, ഈ സാധനം കിട്ടും. അതായത് നിങ്ങൾക്ക് പോയ സാധനം കിട്ടാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ തിരിച്ച് ഈ ചെങ്കടൽ കടന്ന് പോയി മിസ്രൈമിൽ പോകണം. പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം പിന്നെയും വരാം. ബട്ട് സ്റ്റിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും, പെട്ടെന്ന് അതിൻ്റെ, അതായത് പെട്ടെന്ന് ഈ ബോധം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെയും ഒരു മല അക്കുമുലേറ്റ് ചെയ്യാൻ സമയം കൊടുക്കാതെ, ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവം നമുക്ക് ആത്മാവ് തരുന്ന ദൈവമാണ്. പെട്ടെന്ന് തന്നെ ദൈവം ബോധം തന്നിട്ട് അതിനെ അപ്പം തന്നെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ട്രാക്കിൽ കറക്റ്റ് ആവാം. പക്ഷെ അവിടെ അതിനകത്ത് തന്നെ നിൽക്കരുത്. ആ പാപത്തിൽ, ആ തെറ്റിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ അക്യുമുലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ പാപത്തെ വിട്ട് ഓടണം. പാപത്തിന്റെ ആ ഒരു കാര്യത്തെ വിട്ട് ഓടിയേ പറ്റും. ഓടി അത് ആ ഭാഗത്തോട്ട് പോകാതെ ഓടി രക്ഷപ്പെടും. But it is a practical thing that I want to tell you. പ്രിയമക്കളെ, യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ, യെസ് പ്രിയമക്കളെ, it is possible to have a new pure heart. And if you have that pure heart, definitely you will abide godly law. Yes. ദൈവത്തിന്റെ ചട്ടങ്ങളിലും വിധികളിലും തന്നെ നമ്മൾ നടക്കും. ക്രൂക്കഡ്നെസ് അല്ല, മറ്റുള്ളവരെ കാണിക്കാനല്ല, മനസ്സ് മൊത്തം ഒരു കാര്യം വെച്ചോണ്ട് വേറൊരു സാധനം എക്സിബിറ്റ് ചെയ്യുന്നതല്ല, വേറൊരു കാര്യം പറയുന്നതല്ല. പ്യൂർലി ജെന്യുവൻലി, yes, amen, you will walk in that truth and God can see it. Yes, even evil can see it, the devil can see it, and yes, people around, they also observe
that difference in you. ദൂതന്മാർക്കത് കാണാം, നിങ്ങളുടെ ചേഞ്ച് അവർക്ക് കാണാം, നിങ്ങളുടെ ചേഞ്ച് യെസ് ആമേൻ ഹല്ലേലൂയ കുടുംബത്തിന് കാണാം, കൂട്ടത്തിന് കാണാം, സഭയ്ക്ക് കാണാം, മറ്റുള്ളവർക്ക് കാണാം. And never ever think and believe. അത് ആ പുളിച്ച മാവ് വിശ്വസിച്ച് ഇങ്ങനെ ഒരു കാര്യം സാധിക്കില്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോവല്ലേ പ്രിയ മക്കളെ. നിങ്ങളുടെ ഹൃദയം പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമുണ്ടെന്ന് ആദ്യം സമ്മതിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഓടി വന്ന് ദൈവമേ എനിക്ക് എന്റെ ഹൃദയം പ്യുവറാക്കി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യെസ് ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ definitely you will see the result. യെസ് നിങ്ങളുടെ പല കാര്യങ്ങളും മാറിയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവം പറഞ്ഞ സിസ്റ്റത്തിൽ നിന്നും ഒരു അഡ്വൈസ് ഞാൻ തരാം. ആദ്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ അവിശ്വാസമാകുന്ന മലേനെ മാറ്റും. റെസ്റ്റ് വി ക്യാൻ ഡു ലേറ്റർ. ഒരിക്കലും അവിശ്വാസം വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കില്ല. കാരണം അവിശ്വാസം വളരെ പ്രശ്നമുള്ളൊരു സാധനമാണ്. ബാക്കിയുള്ള കാര്യം ഒന്നും ശരിയാവാതെ വരും, അവിശ്വാസം തന്നെ. ആദ്യം അതുകൊണ്ട് അവിശ്വാസത്തെ ട്രീറ്റ് ചെയ്യുക. ദെൻ യു ക്യാൻ ഡു വൺ ബൈ വൺ അക്കോർഡിംഗ് ടു ദ ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. എല്ലാ ഈ സാധനവും ഹോളി സ്പിരിറ്റിലാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, പുതിയ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നടക്കുന്നത്. യു ക്യാൻ സെൻസ് ഇറ്റ്, യു ക്യാൻ സീ ഇറ്റ്, യു ക്യാൻ ഫീൽ ഇറ്റ് ആൻഡ് ഓൾവേസ് അവെയർ ആൻഡ് ബി പ്രിപ്പയർഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് എനിമി. കാരണം സാത്താൻ നിങ്ങൾക്ക് എത്ര വലിയ പൈസ കിട്ടുന്നത്, എത്ര വലിയ ഭൗതിക അനുഗ്രഹം കിട്ടുന്ന ഒന്നും സാത്താന് പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയോ സാത്താൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, എതിർപ്പുണ്ടാക്കും. പക്ഷെ യു ഹാവ് ടു ഫൈറ്റ്, യു ഹാവ് ടു ഓവർകം. യേശു തന്നെ വന്ന് ഇത് ചെയ്തു തരുമെന്ന് നിങ്ങൾ ജീവിതകാലം മൊത്തം പ്രാർത്ഥിച്ചാൽ ദൈവമേ എൻ്റെ ഇത് മാറണമേ, ഇത് മാറണം, ഇത് മാറണം എന്ന് പറഞ്ഞാൽ മാറൂല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഈവിൾ ഡെപ്പോസിഷനാണ്. ആ ഈവിൾ ഡെപ്പോസിഷനെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പറ്റി പുറത്ത് വിശ്വാസത്തോടെ പുറത്താക്കാനുള്ളതാണ്. ദൈവം കാറ്റെടുപ്പിച്ച് ശരിയാക്കും. ദിസ് ഈസ് ദ പ്രോസസ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ന്യൂ ഹാർട്ട്, പ്യുവർ ഹാർട്ട്. Yes, that will enable you to abide godly law. May God bless you with this word. Let us pray. സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം വീണ്ടും ഞങ്ങളോട് ശക്തമായി ഇടപെട്ടതിനായി അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, I am really praying, really begging you, Master, who are hear this message. കർത്താവേ, ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതം, പിന്നീട് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, അത് ആരാണെങ്കിലും കർത്താവേ ദൈവമേ, let this message be a permanent change in their life. Oh God, hallelujah. ഇന്നു മുതലേ അവരുടെ ഹൃദയത്തെ മാറ്റിയേ പറ്റു കർത്താവേ. അവരത് ആത്മാർത്ഥമായി നിന്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അത് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ this is my request, this is my prayer to you, Master. Father God, you allow them to, oh hallelujah, oh remove all the stones and oh hills and mountains from their heart. കർത്താവേ, നീ അങ്ങയുടെ സ്വഭാവം, അങ്ങയുടെ നല്ല നിക്ഷേപം അവരുടെ ഹൃദയത്തിൽ നീ വെച്ചു കൊടുക്കണമേ. ദുർനിക്ഷേപങ്ങൾ മാറ്റണമേ, നല്ല നിക്ഷേപങ്ങൾ കൊടുക്കണമേ. അത് അവര് തന്നെ ചെയ്യാനുള്ളതാണ്, അവര് തന്നെ ഏറ്റെടുത്ത് ചെയ്യാനുള്ളതാണ്. ഓ ഗോഡ് ഹല്ലേലൂയ, അത് അവർക്ക് ചെയ്തു കൊടുക്കണമേ എന്ന് ഇതെന്റെ അപേക്ഷയാണ് യേശു. ഇത് ആരെങ്കിലും ഇത് ആത്മാർത്ഥമായി ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവരെ ശക്തിപ്പെടുത്തണമേ. യെസ് ഗോഡ്, വൺ മോർ തിങ് ഐ ആം ആസ്കിങ് യു ഗോഡ്. കർത്താവ്, ദുഷ്ടനെ അവരിൽ നിന്ന് മാറ്റി നിർത്തണമേ, ദുഷ്ടനെ മാറ്റി നിർത്തണമേ. കർത്താവെ, അവർക്ക് അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു വലിയ ശക്തി, പ്രിവിലേജ്, വലിയ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ സഹായിക്കണം, മനസ്സലിയണം. ഒരു പ്യുവറായിട്ടുള്ളൊരു ഹൃദയം ഓരോ വ്യക്തികളും കൊടുത്ത് അങ്ങയെ കാണുവാൻ, മുഖാമുഖം കാണുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്യണമേ. അവിടുന്ന് കർത്താവേ യഥാർത്ഥമായി ജനങ്ങളെ പണിയണമേ, യഥാർത്ഥമായി ഒരു പ്യൂരിറ്റി കൊടുക്കണമേ, സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. അവിടുന്ന് ചെയ്തനായി സ്തോത്രം കൂടെ കർത്താവേ ഹല്ലേലൂയ. അടിയനെ കർത്താവേ ഹല്ലേലൂയ വീണ്ടും ബലപ്പെടുത്തനായി നിന്നെ സ്തുതിക്കുന്നു. സഹായിക്കും കർത്താവേ, ഇഷ്ടം നമ്മുടെ ജീവിതം നടക്കണമേ, സഹായിക്കണം. അവിടുന്ന് ചെയ്തനായി സ്തോത്രം. എല്ലാ യേശുവിനകത്ത് പ്രാർത്ഥനയും ദൈവവും കേട്ടുത്തരം മരണമാറാകണം.